ഹലോ ഹലോ മാഡം, ഒരു ബൈക്ക് യാത്രക്കാരൻ ആക്സിഡന്റ് നടന്ന തച്ചങ്കര പാലത്തുമ്പോൾ 2 വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു ബൈക്കും നിലത്ത് കിടക്കുന്നതായി കണ്ടു. പുലിവാലാകണ്ടെന്ന് കരുതി അയാൾ അതിൽ ഇടപെട്ടില്ല. 2 വണ്ടികളോ? അതെ മാഡം, ഒരു പിക്കപ്പ് ജീപ്പും പിന്നെ ഒരു ലോറിയും. ലോറിയിൽ ഏതാണ്ട് പച്ചപ്പുല്ലായിരുന്നു ലോഡെന്നാണ് ആൾക്ക് തോന്നിയത്. അപ്പൊ അയാൾ ശ്രദ്ധിച്ചോളൂ മാഡം. ഓക്കെ, ശരി മാഡം. ഫോളോ ദാറ്റ് ലീഡ്. ഓക്കെ സാർ. ഇതിലാരടാ ശിവൻകുട്ടി? അന്ന് രാത്രി ബൈക്ക് അടിച്ച് കിടന്നെടുത്ത് ഞാൻ ലോറി നിർത്തിയിരുന്നു. പക്ഷെ ആക്സിഡന്റ് ഞാൻ കണ്ടിട്ടില്ല സാർ. പിന്നെ ശിവൻകുട്ടി എന്താ കണ്ടത്? സാർ അത് പിന്നെ ചേട്ടാ, ആക്സിഡന്റ് ആണോ? ഹലോ, ആശുപത്രിയിൽ എങ്ങനെ പോണോ? ചേട്ടാ, നിങ്ങൾക്ക് സഹായം വേണോ? ഹലോ, ഏയ് സാറേ, അവൻ തൊണ്ടയിൽ എന്തോ ഒരു ടോർച്ച് പോലുള്ള സാധനം കുത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരുമാതിരി പ്രേതങ്ങളുടെ ശബ്ദം പോലെ. സത്യം പറഞ്ഞ് ഞാൻ പേടിച്ചുപോയി സാറേ. താൻ അയാളുടെ മുഖം കണ്ടായിരുന്നോ? ഇല്ല സാർ, അയാൾ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ തലയിൽ എന്തോ ഒരു കറുത്ത തുണി കൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു. അയാൾ നല്ലൊരു ആരോഗ്യമുള്ള ആളെ പോലെ എനിക്ക് തോന്നിയത്. അയാൾക്ക് ആൾക്കാരെ നന്നായിട്ട് പേടിപ്പിക്കാൻ അറിയാം സാർ. സിജോ സാർ. ഇത്തരം സന്ദർഭങ്ങളിൽ കഴുത്തിൽ ടോർച്ച് അടിച്ച് ആരും ഒരു ഗിമിക്സ് ഒന്നും കാണിക്കില്ല. അതെ സാർ. ശിവൻകുട്ടിക്ക് പകരം നിറയെ ആളുകളുള്ളൊരു വാഹനമാണ് അവിടെ നിർത്തിയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഇയാളേക്കാൾ ധൈര്യമുള്ള ഒരാളാണ് അവിടെ വണ്ടി നിർത്തിയിരുന്നെങ്കിലോ. ശിവൻകുട്ടി, ഓ, താൻ കണ്ട ടോർച്ച് ഇതാണോ? ഏതാണ്ട് ഇത് തന്നെ സാർ. സാർ, നമ്മുടെ കില്ലർമാരിൽ ഒരാൾക്ക് സംസാരശേഷിയില്ല. സാർ, സീ ദിസ്. അയാളൊരു ആർട്ടിഫിഷ്യൽ ലാരിങ്സ് ഉപയോഗിച്ചാണ് സാർ സംസാരിച്ചത്. ക്യാൻസർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ശബ്ദം നഷ്ടപ്പെടുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. എൻ്റെ അച്ഛന് ക്യാൻസർ വന്ന ശേഷം കുറച്ച് നാൾ ഇത് ഉപയോഗിച്ച് സംസാരിച്ചിരുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന ഇതുപോലൊരു ഡിവൈസ് ആണോ? സാർ, ഇത് തന്നെയാണ് സാധനം. ആക്ച്വലി സംസാരശേഷി നഷ്ടപ്പെട്ടവർക്ക് ഇതുപോലൊരു ഉപകരണം ഉപയോഗിച്ച് കുറച്ചൊക്കെ സംസാരിക്കാൻ കഴിയും. പിന്നെ എത്ര ശതമാനം സംസാരശേഷി പോയി എന്നതിനെ ആശ്രയിച്ചിരിക്കും പുറത്തേക്ക് വരുന്ന ശബ്ദത്തിന്റെ സ്വഭാവം. സാർ, നമുക്കറിയാവുന്ന പോലെ നമ്മുടെ കില്ലർ ഉപയോഗിക്കുന്നു എന്ന് കരുതുന്ന ആർട്ടിഫിഷ്യൽ ലാരിങ്സിൻ്റെ ഈ മോഡൽ ഇറങ്ങിയിട്ട് 3 വർഷത്തോളം ആകുന്നു. 3 വർഷത്തിനുള്ളിൽ ആർട്ടിഫിഷ്യൽ ലാരിങ്സ് ഉപയോഗിക്കാൻ ട്രെയിനിങ് നേടിയ ആളുകളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലാണ്, വിത്ത് അഡ്രസ് ആൻഡ് ഫോൺ നമ്പർ. കില്ലർ കേരളത്തിൽ നിന്നാണ് ട്രെയിനിങ് നേടിയിട്ടുള്ളത് എങ്കിൽ അയാൾ ഈ ലിസ്റ്റിലുണ്ടാവും. സാർ, ലിസ്റ്റ് നോക്കാം. സാർ, ഇതിൽ തന്നെ 120 ആളുകൾ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. ബാക്കിയുള്ളതിൽ 20 പേർ സ്ത്രീകളും 12 പേർ കുട്ടികളുമാണ്. നമ്മൾ അന്വേഷിക്കുന്ന 18-നും മുകളിൽ പ്രായമുള്ള 90 പേര് ഈ ലിസ്റ്റിലുണ്ട് സാർ. ഈ 90 പേരെ ചോദ്യം ചെയ്ത് വരുമ്പോഴേക്കും അടുത്ത വിക്ടിം നമുക്ക് ഈ ലിസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്യാം സിജോ. അൻവർ ഷാദത്ത്, തങ്കശ്ശേരി കൊല്ലം. റോബിൻ വർഗീസ്, തിരുവനന്തപുരം. ജഗദീഷ്, പൊന്നുരുന്നി. കൃഷ്ണദാസ്, PS, കണ്ണങ്കര. ശബരീനാഥ്,
SBS. Previous page. കൃഷ്ണദാസ് കണ്ണങ്കര. സർ കണ്ണങ്കര. സർ അമ്പലപ്പാട് കണ്ണങ്കരയുടെ അടുത്ത പ്രദേശമാണ് സർ. അമ്പലപ്പാട്. അശോക് സെൽവരാജിന്റെ ഹോട്ടലിൽ കൊടുത്ത അക്കൗണ്ട് നമ്പറുകാരൻ അജേഷിന്റെ നാട്. ഗുഡ്. താങ്ക് യു സർ. സാർ ഈ അഡ്രസ്സിൽ ഫോട്ടോ ഇല്ല. ഡസൻ മാറ്റർ. 90 പേരിൽ നമ്മൾ അന്വേഷിക്കുന്ന ആദ്യത്തെ ആൾ ഇയാളാവട്ടെ. കൃഷ്ണദാസ് PS.